ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിലെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ കഥാ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രൻ എന്താണ് അനന്തപുരി തറവാട്ടിൽ ചെയ്തു കൂട്ടിയെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആദർശിന് വല്ലാത്തൊരു ആഗ്രഹം കേട്ടോ. കാരണം എന്തുകൊണ്ടാണ് ഈ ജലജപ്പച്ചിയും നാഗേന്ദ്രൻ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതെന്നും മുത്തശ്ശൻ എന്തിനാണ് നാഗേന്ദ്രനെ ചവിട്ടി പുറത്താക്കിയതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നേരെ ആദർശ് മുത്തശ്ശനോട് പോയി ചോദിക്കണ്ട്. മുത്തശ്ശ, ഞാൻ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ് നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ കണ്ടുപിടിച്ചു. പക്ഷേ എനിക്കൊരു സംശയം മുത്തശ്ശ എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശൻ ചോദിക്കേണ്ട എന്താ നിനക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നുമല്ല, ഈ നാഗേന്ദ്രൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് പടിയിറക്കി വിട്ടതാണല്ലോ. അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടായിരുന്നു ഇവിടുന്ന് പടിയിറക്കി വിട്ടത്? എന്തായാലും എന്തിന് തട്ടിപ്പോ വെട്ടിപ്പോ എന്നൊക്കെ മനസ്സിലായി. എന്നാലും എന്തായിരുന്നു എന്ന് അറിയാൻ ഒരു ആഗ്രഹം. മുത്തശ്ശൻ അതൊന്ന് പറഞ്ഞു തരാവോ? അല്ല ഇപ്പൊ നിനക്കെന്താ അങ്ങനെയൊക്കെ അറിയാനൊരു തോന്നല്? തോന്നിയെന്നേ ഉള്ളൂ മുത്തശ്ശ. കാരണം നമ്മുടെ ശത്രു തന്നെയാണ് നാഗേന്ദ്രൻ, ശരിയാണ്. പക്ഷേ അന്ന് എന്താ സംഭവിച്ചെന്നു ഒന്ന് അറിയണോന്ന് തോന്നി. അയാളുടെ ഭാഗത്താണോ തെറ്റ്, അതോ നമ്മുടെ ജലജപ്പച്ചി ഒട്ടും മോശമൊന്നുമല്ല. ഇനി ജലജപ്പച്ചി ചെയ്ത തെറ്റ് അയാളുടെ തലയിൽ ഇട്ട് വെച്ചതാണോ ഒന്നും അറിയില്ലല്ലോ. എന്തോ അതുകൊണ്ടാണ് അയാൾക്ക് ഇത്രമാത്രം നമ്മുടെ പകയെന്നൊക്കെ എനിക്കൊരു സംശയം. അതെനിക്ക് പറയാൻ ആഗ്രഹമില്ല. അയാളുടെ പേര് പറയാൻ പോലും എനിക്ക് ആഗ്രഹമില്ല. അപ്പോഴല്ലേ പഴയ കഥകൾ പറയാൻ പോണത്. ആദർശേ, ഇതെനിക്ക് നിനക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. നീ ആ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ കണ്ടുപിടിച്ച ഒരാളല്ലേ, അതുകൊണ്ട് നീ തന്നെ കണ്ടുപിടിക്കേ. അയാളെ എന്തുകൊണ്ടാണ് ഞാൻ ഈ തറവാട്ടിൽ നിന്ന് മാറ്റി നിർത്തിയത്, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയതെന്നും ഇവിടുന്ന് പുറത്താക്കിയെന്നുള്ള കാര്യം നീ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ എന്ന് പറയാണ് നമ്മുടെ മുത്തശ്ശൻ കേട്ടോ. അപ്പൊ ആദർശ് വിചാരിക്കുകയാണ്, ശരി താൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ആദർശ് ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി നേരെ പോകുന്നത് വേറെ ആർത്തുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്നിരുന്ന കാര്യസ്ഥന്റെ അടുത്തേക്കാണ്. കാരണം പുള്ളിക്കാരൻ അറിയാത്തതായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. കാര്യസ്ഥൻ എന്ന് ഉദ്ദേശിച്ചത് അവരുടെ വണ്ടി ഓടിച്ചതും പിന്നെ അവിടുത്തെ തോട്ടക്കാര്യങ്ങളൊക്കെ നോക്കിയതും പിന്നെ മുത്തശ്ശന്റെ ഒരു കൂട്ടുകാരൻ, അതായത് എല്ലാ കാര്യങ്ങളും മുത്തശ്ശനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാള്, ആ രീതിയിലാണ് അവിടുത്തെ ഒരാൾ കേട്ടോ. അപ്പൊ അയാൾ ഇപ്പൊ അവിടെ ഇല്ല, അയാളെ നാട് വേറെ എവിടെയാണ്. അങ്ങനെ അയാളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ആദർശ് ഒരുങ്ങുകയാണ് ഈ കഥകളൊക്കെ ആദ്യമേ അറിയാനായിട്ട്. അങ്ങനെ നമ്മുടെ ആദർശ് അങ്ങനെ കറക്റ്റായിട്ട് അയാളുടെ അരികിൽ തന്നെ എത്തുന്നുണ്ട്. അപ്പൊ അയാളോട് പറയുന്നുണ്ട്, ഞാൻ അനന്തപുരി തറവാട്ടിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ ആദർശാണെന്ന് പറയാണ്. ആണോ, നിങ്ങളെയൊക്കെ ഒരുപാട് ചെറുപ്പത്തിൽ കണ്ടതല്ലേ? അല്ല, അങ്കിളിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടായിരുന്നു. അതിനെന്താ മോനെ, വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശിനെയും കൂട്ടിക്കൊണ്ട് പുള്ളിക്കാരൻ അപ്പുറത്തേക്ക് പോവാട്ടോ. എന്നിട്ട് ആദർശിനോട് ചോദിക്കണ്ടേ, എന്തൊക്കെയാ മോനോട് അറിയേണ്ടത്, മോൻ ചോദിച്ചോ എന്ന് പറയുമ്പോൾ അത് വേറൊന്നുമല്ല, നമ്മുടെ മുത്തശ്ശൻ ഒരു തെറ്റും ചെയ്യാതെ ഒരാളെ അടിച്ച് പുറത്താക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വ്യക്തമായിട്ടുള്ള കാരണം തെളിവുകളില്ലാതെ മുത്തശ്ശൻ ഒരിക്കലും ഒരാളെ വീട്ടിൽ നിന്ന് പുറത്താക്കില്ല. അതെ, മുത്തശ്ശൻ അങ്ങനെയാണല്ലോ, നീതിക്കും ന്യായത്തിനും വേണ്ടിയാണ് മുമ്പും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അറിയാം, മുത്തശ്ശനോട് പറഞ്ഞിരുന്നു. എനിക്കറിയേണ്ടത് 10-22 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ്. എന്താ മോൻ അറിയേണ്ടത്? അല്ല, ജലജപ്പച്ചി ഉണ്ടല്ലോ, അപ്പച്ചിയുടെ വിവാഹം കഴിച്ചത് നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ്. അതെ, രണ്ടും കൊടും വിഷമാണല്ലോ എന്ന് പറയുമ്പോൾ അതെ അതെ അത് ശരിയാണ്. അന്ന് മുത്തശ്ശൻ അയാളെ പടിയിറക്കി വിടുന്ന സമയത്ത് അങ്കിള് നമ്മുടെ തറവാട്ടിലുണ്ടായിരുന്നു. പിന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം കൂടി ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ അങ്ങോട്ട് പുറത്താണേ, അതുകൊണ്ട് അവരുടെ കൂടെ തിരിച്ചു പോവേണ്ടി വന്നു. അതാണ് അവിടുത്തെ ജോലി നിർത്തി ഞാൻ പോവേണ്ടി വന്നത്. ഇപ്പൊ നാട്ടിലേക്ക് വന്നപ്പോഴാണ് മോനെ കണ്ടത്. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത്. അന്ന് ശരിക്കും എന്താ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല മോനിത് മുത്തശ്ശനോട് ചോദിച്ചില്ലേ? മുത്തശ്ശനോട് ചോദിച്ചു. മുത്തശ്ശന്റെ സ്വഭാവം അറിയാലോ. എന്തെങ്കിലും അറിയാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, അതാണ് മുത്തശ്ശന്റെ നിലപാട്. അതുകൊണ്ട് ഞാനായിട്ട് തന്നെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചോ എന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. ശരി, എങ്കിൽ ഞാൻ മോനോട് പറഞ്ഞുതരാം. അന്ന് നാഗേന്ദ്രൻ വിവാഹാലോചന വന്നപ്പോഴേക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ച് പണം കുറവാണെങ്കിലും നല്ല സ്വഭാവമുള്ള വ്യക്തിയാണെന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് ജലജനെ വിവാഹം കഴിച്ചു കൊടുത്തത്. ജലജ മുമ്പ് തൊട്ടേ പണത്തിനോടും സ്വർണത്തിനോടും ഒക്കെ വലിയ ആർത്തിയായിരുന്നല്ലോ. അയാളെ അവളെ ആ രീതിയിലാക്കി. എല്ലാത്തിനും മുകളിൽ പണവും സ്വർണവും സ്വത്തുക്കളാണ് എന്ന രീതിയിലുള്ള ചിന്താഗതിക്കാരനാക്കി ഈ പറഞ്ഞ നാഗേന്ദ്രനെ. ആദ്യമൊന്നും അയാൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ അഭി ജനിച്ച സമയത്തേക്ക്. പിന്നെ അവന്തിക, അങ്ങനെയല്ല ആ കുട്ടിയുടെ പേര്. അതെ അതെ ആ കുട്ടി ജനിച്ച സമയത്താണ് ആകെ ആളുടെ സ്വഭാവം മാറിയത്. ജലജ മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ സ്വന്തം
ജ്വല്ലറിയും തന്നെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്താൻ തുടങ്ങി. എല്ലാം ജലജയുടെ ബുദ്ധിയായിരുന്നു. പക്ഷെ ജലജയുടെ കട്ടക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണമെന്ന് ഈ നാഗേന്ദ്രൻ പറഞ്ഞിരുന്നു. പക്ഷെ സമയമായപ്പോഴേക്കും ജലജ നാഗേന്ദ്രനെ തേച്ചു. നാഗേന്ദ്രൻ ഒറ്റക്കാണ് ഇതൊക്കെ ചെയ്തെന്നും അയാളൊരു ചതിയനാണെന്നും പറഞ്ഞു വരുത്തി തീർത്ത് അവിടെ തന്നെയാണ് ജലജ നിന്നത്. നാഗേന്ദ്രൻ അന്ന് പടിയിറക്കി വിട്ടതാണ് മുത്തശ്ശൻ. അന്ന് ജലജയുടെ ഭാഗത്ത് ന്യായമില്ലെങ്കിൽ പോലും ജലജനെ കൂടെ തന്നെ നിർത്തി. കാരണം സ്വന്തം മകളെ പോലെയാണല്ലോ വളർത്തിയത്. അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊക്കെ നമ്മുടെ മുത്തശ്ശന് അറിയായിരുന്നു. പക്ഷെ എന്നാലും പോട്ടെ, അവൾക്കൊരു അവസരം കൊടുക്കാന്ന് വിചാരിച്ചു. അല്ല, ഇപ്പോഴും ആ ജലജ വീട്ടിൽ തന്നെയുണ്ടോ? ഓ, ഉണ്ട്. അവളുടെ അപ്പച്ചിയുടെ അതേ സ്വഭാവമാണ് ഈ പറഞ്ഞ 2 മക്കൾക്കും. പക്ഷെ അവന്തികയുടെ സ്വഭാവം ഇപ്പൊ മാറി കേട്ടോ. ഇല്ല, നാഗേന്ദ്രൻ ഇപ്പോൾ നാട്ടിലേക്ക് വന്നു അല്ലേ? അതെ, വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അയാളുടെ ഭാഗത്ത് എന്തൊക്കെയോ ന്യായീകരണങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അതെ, ശരിക്കും പറഞ്ഞാൽ തെറ്റുകളൊക്കെ ചെയ്തത് ജലജയാണ്. പിന്നെ അയാളുടെ തലയിൽ ഇട്ട് വെച്ചപ്പോൾ മുത്തശ്ശൻ ആ രീതിയിലാണ് അയാൾ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയത്. അതിന്റെ പകയും വൈരാഗ്യവും നന്നായിട്ട് അയാൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പത്തെ നാഗേന്ദ്രനിലേക്ക് അയാളുടെ സ്വഭാവം മാറാൻ കാരണം അതൊക്കെ തന്നെയായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ആദർശിന് മനസ്സിലാവാണ് ഒരു പാവ മനുഷ്യനായിട്ടുള്ള നാഗേന്ദ്രനെ ചതിയും വെട്ടിപ്പും അതുപോലെ തന്നെ പിടിച്ചു പറയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത് ജലജയാണെന്ന്. അതിനുശേഷം അതൊക്കെ അയാളുടെ തല തന്നെ കെട്ടിവെച്ച് അയാളെ പടിയിറക്കാനായിട്ട് സഹായിച്ചതും ജലജയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആദർശ വലിയ സത്യത്തിലേക്ക് എത്തി. എല്ലാത്തിനും കാരണക്കാരി ജലജപ്പച്ചിയാണെന്ന്. പക്ഷെ ഇതൊന്നും അപ്പച്ചിയെടുത്ത് ചോദിക്കാൻ പറ്റില്ല. കാരണം അപ്പച്ചി സമ്മതിച്ച് തരത്തുമില്ലല്ലോ. പിന്നെ ആ അവന്തിക എന്ന് പറഞ്ഞ പെണ്ണിൽ എനിക്കെന്തോ ഒരു സംശയമുണ്ട്. ശരിക്കും നാഗേന്ദ്രന്റെ മകള് തന്നെയാണോന്ന്. കാരണം എന്തൊക്കെയോ രഹസ്യം ജലജയുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അതെന്താന്നുള്ളതൊന്നും നമുക്ക് കാണിച്ചിട്ടില്ല. കാരണം അബിയും അതുപോലെ തന്നെ നമ്മുടെ അവന്തികയും അച്ഛൻ എന്ന് നാഗേന്ദ്രനെ വിളിക്കുമ്പോൾ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്ക്. അയാളത് ചതി ചെയ്തത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നണില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജലജയുടെ ഭാഗത്തുണ്ട്. മിക്കവാറും അവന്തിക ഈ നാഗേന്ദ്രന്റെ മകളല്ലാതിരിക്കണം. അപ്പോഴേ അവന്തികയുടെ അഹങ്കാരവും മാറുള്ളൂ. എന്തായാലും ആദർശ് ഇത് അന്വേഷിക്കാൻ പോയ സ്ഥിതിക്ക് എല്ലാ സത്യങ്ങളും ആദർശ് കണ്ടുപിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ആദർശ് നേരെ പോണത് നമ്മുടെ നാഗേന്ദ്രന്റെ അടുത്തേക്കായിരിക്കും. ബാക്കി കഥകൾ അയാളുടെ വായിന്ന് വേണ്ടി അറിയാൻ. അയാൾ കഥകളൊന്നും പറഞ്ഞിരുന്നെന്ന് ഉറപ്പാണ്. എങ്കിലും അയാളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞും ചോദിച്ചും മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ആദർശിന്റെ പുറപ്പാട്. കുറച്ച് ദേഷ്യവും വൈരാഗ്യവും കുറച്ച് മുഖം കറുപ്പിക്കലൊക്കെ അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. പക്ഷെ എങ്കിലും അറിയേണ്ട വിവരങ്ങൾ അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ആദർശ് നേരെ പോണത് നാഗേന്ദ്രന്റെ അടുത്തേക്കാട്ടോ. അന്ന് നടന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ ആദർശ് പറയണ്ട. ആ സമയത്ത് നാഗേന്ദ്ര പറയണ്ട, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നിനക്കും നിന്റെ മുത്തശ്ശനും അറിയാത്ത പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നാഗേന്ദ്രന്റെ ഭാഗത്തുള്ള ആ ഒരു ന്യായവും കാര്യങ്ങളൊക്കെ ആദർശിനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ എല്ലാം കൂടി ആകുമ്പോഴേക്കും ആദർശിന് ഒരു രൂപം കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറെ ഫ്ലാഷ് ബാക്കും പിന്നെ നാഗേന്ദ്രന്റെ കഥകളും ഒക്കെ തന്നെയാണ് നമ്മൾ ഇനി അറിയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പുതിയ എപ്പിസോഡ്സിന് വേണ്ടി കാത്തിരിക്കാം. പത്തരമാറ്റ് സീരിയലിലെ അപ്കമിങ്ങും അതുപോലെ തന്നെ പ്രൊമോ റിവ്യൂ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ കേട്ടോ. ഞാൻ ഇതിൻ്റെ പ്രൊമോസ് ഇനി മുതൽ 8:30 വരുന്ന പ്രൊമോസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.